എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് NIOS 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററിയുടെ മുൻവർഷ ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ മുൻവർഷ ചോദ്യപേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള NIOS 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ +2 ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഹിസ്റ്ററി പരീക്ഷയ്ക്ക് എത്ര മണിക്കൂറാണ് ലഭിക്കുന്നത്? 3 മണിക്കൂർ ലഭിക്കുന്നു. മാക്സിമം മാർക്ക് എത്രയിലാണ്? 100 മാർക്കിലാണ് അല്ലേ? 100 മാർക്കിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ടോട്ടൽ എത്രയാണ്? 51 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഓപ്ഷൻ മൊഡ്യൂളൊക്കെ ഉണ്ട്. ഓപ്ഷൻ മൊഡ്യൂളിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യകത ഇല്ലല്ലോ, നിങ്ങൾക്കറിയാലോ ഓരോ സബ്ജക്റ്റിനും ഓപ്ഷൻ മൊഡ്യൂളുണ്ട്. ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ 6A പഠിക്കുക അല്ലെങ്കിൽ 6B, രണ്ടും കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്? MCQ ടൈപ്പാണ്. ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഉണ്ടാവും. ശരിയായ ഉത്തരം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ. ഇനി 21 തൊട്ട് 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അല്ലേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട് അല്ലേ, മാച്ച് ദി ഫോളോയിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് അതിൻ്റെ വിട്ടുപോയ ഭാഗങ്ങൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഏതിൽ വരുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അറിയുന്നത് പോലെ തന്നെ ഏതാണ്? വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, ലോങ് ആൻസർ ടൈപ്പ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ രീതിയിൽ, അതായത് സെക്ഷൻ എയും സെക്ഷൻ ബിയും എന്നുള്ള രീതിയിലായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെക്ഷൻ എയിലാണ് ഈ MCQവും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നത്. സെക്ഷൻ ബിയിലാണ് ഏത് വരുന്നത്? നമ്മുടെ ഷോർട്ട് ആൻസർ ടൈപ്പും വെരി ഷോർട്ട് ആൻസർ ടൈപ്പും ദെൻ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? MCQ ആണല്ലേ. അപ്പോൾ MCQ ആയതുകൊണ്ട് തന്നെ MCQ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ കിടക്കാം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. 2:30 ടൈം അല്ലേ. 2:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പരീക്ഷാ ഹാളിൽ എന്തായാലും അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ നിങ്ങളൊരു 2 മണി ആകുമ്പോഴത്തേനും എന്തായാലും എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഹാരപ്പൻ സിവിലൈസേഷൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അല്ലേ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന പേരിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോക്ഷ ആസ് പെർ ദ ഉപനിഷത്ത്? അതായത് ഈ ഉപനിഷത്തുകളൊക്കെ അനുസരിച്ച് മോക്ഷ അല്ലെങ്കിൽ മോക്ഷം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് മോക്ഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫ്രീഡം ഫ്രം ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എന്താണ് മോക്ഷം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഒരു ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം അല്ലേ. അതാണ് മോക്ഷം എന്നുകൊണ്ടുള്ള ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്: വിച്ച് റിലീജിയസ് അസംബ്ലി ഡിഡ് ഹർഷ കൺവീൻ ടു പ്രൊമോട്ട് മഹായാന ബുദ്ധിസം? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മഹായാന ബുദ്ധമതത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹർഷവർദ്ധനൻ വിളിച്ചു കൂട്ടിയ ആ ഒരു റിലീജിയസ് അസംബ്ലി അല്ലെങ്കിൽ ആ ഒരു മതസമ്മേളനം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. ഒന്നുകൂടെ നോക്കിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? മഹായാന ബുദ്ധമതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഹർഷവർദ്ധനൻ വിളിച്ചുകൂട്ടിയ ഒരു റിലീജിയസ് അസംബ്ലി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കനൗജ് അസംബ്ലി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്ത് വെച്ചോണേ. ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയ 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗുപ്ത പീരിയഡ് ആർക്കിടെക്ചർ അല്ലേ? അതായത് ഗുപ്ത പീരിയഡ് ആർക്കിടെക്ചറിന് താഴെ തന്നിരിക്കുന്നതിനകത്ത് എക്സാമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യനെ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ദ ഗ്രേറ്റ് സ്തൂപ അറ്റ് സാഞ്ചി എന്നുള്ളതാണ് ഗുപ്ത പീരിയഡ് ആർക്കിടെക്ചറിന് എക്സാമ്പിൾ. ഓർത്ത് വെക്കുക, ഗുപ്ത പീരിയഡ് ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ഏതാണ്? ദ ഗ്രേറ്റ് സ്തൂപ അറ്റ് സാഞ്ചി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് ദ ഡൽഹി സൽത്തനേറ്റ് ഈസ് നോൺ ഫോർ ഹിസ് എക്കണോമിക് റീഫോംസ്. അതായത് ഡൽഹി സൽത്തനേറ്റിൽ ഈ ഒരു എക്കണോമിക് റീഫോംസിലൊക്കെ അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണമൊക്കെ ഉണ്ടല്ലോ, മാർക്കറ്റ് റീഫോംസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൽ പേര് കേട്ടിട്ടുള്ള റൂളർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? നമുക്കറിയാം അല്ലേ? ഓപ്ഷൻ എ ആണ്, അലാവുദ്ദീൻ ഖിൽജിയാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പം എക്കണോമിക് റീഫോംസിനകത്ത് ഡൽഹി സൽത്തനേറ്റിൽ എക്കണോമിക് റീഫോംസിലൊക്കെ പേര് കേട്ടിട്ടുള്ള റൂളർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം, അലാവുദ്ദീൻ ഖിൽജിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ സന്താൾ റിബല്യൻ? അതായത് സന്താൾ കലാപമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു സന്താൾ കലാപത്തിന് പിന്നിലെ പ്രധാന കാരണമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഹൈ ടാക്സേഷൻ ആൻഡ് ലാൻഡ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ സന്താൾ റിബല്യൻ അല്ലെങ്കിൽ സന്താൾ കലാപത്തിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഹൈ ടാക്സേഷൻ ആൻഡ് ലാൻഡ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സൂഫി പാത്ത്? സൂഫി പാത്തിൻ്റെ ആ ഒരു പർപ്പസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, നമുക്കറിയാം, ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിയൻ വിത്ത് ദ ഡിവൈൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ സൂഫി പാത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു? ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിങ് വിത്ത് ദ ഡിവൈൻ. ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് വാസ് ദ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് മോസ്റ്റ് പോപ്പുലർ ഡ്യൂറിങ് പോസ്റ്റ് മൗര്യൻ പീരീഡ്? അതായത് ഈ പോസ്റ്റ് മൗര്യൻ പീരീഡിൻ്റെ ടൈമിൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് അല്ലെങ്കിൽ ഗാന്ധാര കല നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഈ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആ ഒരു റീജിയൻ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ? നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ മോസ്റ്റ് പോപ്പുലറായിട്ട് നിന്നിട്ടുള്ള ആ ഒരു പ്രദേശങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, who was the Nawab of Bengal during the Battle of Plassey in 1757? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1757 ഈ ഒരു പ്ലാസി യുദ്ധസമയത്ത് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി ഇല്ലേ, പ്ലാസി യുദ്ധസമയത്ത് ബംഗാളിലെ നവാബ് ആരായിരുന്നു? ഓപ്ഷൻ സി ഇല്ലേ, സിറാജുദ്ദൗളയായിരുന്നു ആ സമയത്തെ ബംഗാളിലെ നവാബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹു എമംഗ് ദ ഫോളോയിങ് സോഷ്യൽ റീഫോമേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിഡോ റീമാരേജ്? അതായത് വിധവ പുനർവിവാഹം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ വിധവ പുനർവിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ റീഫോമേഴ്സ് താഴെ പറയുന്നവർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നിങ്ങൾക്കറിയാലോ, സ്വാമി വിവേകാനന്ദൻ അല്ലേ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇവരൊക്കെ ആരാണ്? സാമൂഹിക പരിഷ്കർത്താക്കളാണ് അല്ലേ? അപ്പോൾ ഇവരിൽ വിഡോ റീമാരേജുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഈ വിധവ പുനർവിവാഹവുമായി ബന്ധപ്പെട്ടത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് വിഡോ റീമാരേജുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റാണി ലക്ഷ്മിബായി ഫോർട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഫ്രം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻസ്? താഴെ കുറച്ച് റീജിയൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയൻസിൽ റാണി ലക്ഷ്മിബായി ഏത് പ്രദേശത്ത് നിന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഏത് പ്രദേശത്ത് നിന്നാണ്?
ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ, ഝാൻസി ആണ് അല്ലേ. ഝാൻസിയിൽ നിന്നിട്ടാണ് റാണി ലക്ഷ്മിഭായി എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അപ്പോൾ ഝാൻസിയാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂമെന്റ്സ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഏർലി നാഷണലിസ്റ്റ്. അതായത് ആദ്യകാല ദേശീയവാദികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഏർലി നാഷണലിസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മൂവ്മെൻറ്റ് ഏതാണ്, സ്വദേശി മൂവ്മെൻ്റ് ആണ് കേട്ടോ. സ്വദേശി മൂവ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മഹാത്മാഗാന്ധീസ് ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ഈസ് കോൾഡ് ആസ്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അഹിംസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. മഹാത്മാഗാന്ധിയുടെ അഹിംസ ദർശനം അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അഹിംസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു എമംഗ് ദ ഫോളോയിങ് മോസ്റ്റ് ഫേമസ് ഓഫ് ഷഗ റൂളർ. അതായത് താഴെ കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഷഗ റൂളർ അല്ലെങ്കിൽ ഷഗ ഭരണാധികാരി ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്, ഓപ്ഷൻ എ അല്ലേ, രുദ്രദാമനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ മോസ്റ്റ് ഫേമസ് ഓഫ് ഷഗ റൂളർ ആരാണ്, രുദ്രദാമൻ. ഓർത്ത് വയ്ക്കണം കേട്ടോ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ആൻ ഹിസ്റ്റോറിയൻ പാട്രണൈസ്ഡ് ബൈ അക്ബർ. അതായത് ഈ ഒരു അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷണത്തിലുണ്ടായിരുന്ന ചരിത്രകാരൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ പാട്രണൈസ്ഡ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി അല്ലേ, അബുൽ ഫസലാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അബുൽ ഫസലാണ് ഈ ഒരു അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷണത്തിലുണ്ടായിരുന്ന ചരിത്രകാരൻ. അല്ലെങ്കിൽ ഓർത്ത് വെക്കുക, ഹിസ്റ്റോറിയൻ പാട്രണൈസ്ഡ് ബൈ അക്ബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബുൽ ഫസൽ എന്ന് പറയുന്ന പേര് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു അബുൽ ഫസലാണ് അക്ബർ നാമരചിച്ചത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. എ വേൾഡ് വൈഡ് എക്കണോമിക് ക്രൈസിസ് ആണ് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ട്രീറ്റി ഒഫീഷ്യലി എൻഡേഡ് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് വാസ് ബേസ്ഡ് ഓൺ പ്രസിഡൻറ്റ് വിൽസൺസ് പീസ് പ്രൊപ്പോസൽസ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം ഒഫീഷ്യലി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ അവസാനിപ്പിച്ചതും അതുപോലെ തന്നെ പ്രസിഡൻറ്റ് വിൽസൺസ് അല്ലേ, പ്രസിഡൻറ്റ് വിൽസൻ്റെ സമാധാന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പീസ് പ്രൊപ്പോസൽസിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതുമായി ഉള്ള കരാർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒന്നാം ലോക മഹായുദ്ധം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചതും എന്നാൽ പ്രസിഡൻറ്റ് വിൽസൻ്റെ സമാധാന നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ആ ഒരു കരാർ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഉടമ്പടി തന്നെയാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. ഏതാണ്, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് അല്ലേ. അപ്പോൾ വേഴ്സായി ഉടമ്പടിയാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് ന്യൂ സ്റ്റേറ്റ് ഇൻ റഷ്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോളോയിങ് ദ റഷ്യൻ റെവല്യൂഷൻ. അതായത് ഈ ഒരു റഷ്യൻ റെവല്യൂഷനെ തുടർന്ന് റഷ്യയിൽ സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ന്യൂ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതും നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. USSR അല്ലേ, സോവിയറ്റ് യൂണിയനാണ് റഷ്യ റെവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് റഷ്യയിൽ സ്ഥാപിതമായിട്ടുള്ള ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഇൻസ്പയർഡ് മെനി ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ടു അഡോപ്റ്റ് സോഷ്യലിസ്റ്റ് റിയലിസം. എന്താ ചോദിച്ചിരിക്കുന്നത്, സോഷ്യലിസ്റ്റ് റിയലിസം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പല കലാകാരന്മാരെയും അല്ലെങ്കിൽ റൈറ്റേഴ്സ് അല്ലെ എഴുത്തുകാരന്മാരെയൊക്കെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നര മനസ്സിലാക്കുക, സോഷ്യലിസ്റ്റ് റിയലിസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കലാകാരന്മാരെയും എഴുത്തുകാരെയും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചരിത്ര സംഭവം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതാണ്, നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് അല്ലേ. ബോൾഷെവിക് റെവല്യൂഷൻ ആണ് കേട്ടോ. ബോൾഷെവിക് വിപ്ലവമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ പ്രൈമറി കോസ് ഓഫ് ദ കോൾഡ് വാർ. നോക്കിക്കേ, കോൾഡ് വാർ അല്ലെങ്കിൽ ശീതയുദ്ധം അല്ലേ, ഈ ഒരു ശീതയുദ്ധത്തിൻ്റെ പ്രൈമറി കോസ് അല്ലെങ്കിൽ പ്രാഥമിക കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ദ
സോവിയറ്റ് യൂണിയൻ അല്ലേ, നമ്മുടെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസസ് അല്ലെങ്കിൽ പ്രത്യയ ശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് എന്ത് കോൾഡ് വാറിൻ്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ MCQ ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഡാഷ്. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പേര്? ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ വരണ്ടേ? ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ സിന്ധു നദീതട നാഗരികത എന്ന് വേണം കൊടുക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈമറി സോഴ്സ് ഓഫ് ദ ഹാരപ്പൻ എക്കണോമി വാസ് ഡാഷ്. എന്താണ്? നമ്മുടെ ഹാരപ്പൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സോഴ്സ് ഏതായിരുന്നു? അത് കൃഷി അല്ലേ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആണ് അല്ലേ. അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ദ ഹാരപ്പൻ എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഹാരപ്പൻ സിറ്റീസ് വെയർ ലേഡ് ഔട്ട് ഇൻ എ ഡാഷ് പാറ്റേൺ. അതായത് ഹാരപ്പൻ ഒരു നഗരങ്ങളൊക്കെ ഏത് പാറ്റേണിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഗ്രിഡ് പാറ്റേൺ ആണ് അല്ലേ. ഹാരപ്പൻ നഗരങ്ങളൊക്കെ ഒരു ഗ്രിഡ് പാറ്റേണിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വരണ്ടേ? ഹാരപ്പൻ സിറ്റീസ് വെയർ ലേഡ് ഔട്ട് ഇൻ എ ഗ്രിഡ് പാറ്റേൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത് ദ ഹാരപ്പൻ റൈറ്റിംഗ് സിസ്റ്റം ഈസ് സ്റ്റിൽ എങ്ങനെയാണ്? അൺഡെസിപ്പേർഡ് ആണ് അല്ലേ. അതായത് നമുക്കറിയാം ഹാരപ്പൻ എഴുത്തുവിദ്യ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് വായിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ അതാണ് അവിടെ വരേണ്ടത്. ഹാരപ്പൻ റൈറ്റിംഗ് സിസ്റ്റം ഈസ് സ്റ്റിൽ അൺഡെസിപ്പേർഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നോക്കി വയ്ക്കുക. ഹാരപ്പൻ സിറ്റീസ് വെയർ ലെഡ് ഔട്ട് ഇൻ എ ഗ്രിഡ് പാറ്റേൺ ആൻഡ് ദ ഹാരപ്പൻ റൈറ്റിംഗ് സിസ്റ്റം ഈസ് സ്റ്റിൽ അൺഡെസിപ്പേർഡ്. ഇനി അടുത്തത് 23ാമത്തതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ചോദ്യം നോക്കിക്കേ. ദ കലിംഗ വാർ വാസ് ഫോട്ട് ഇൻ ദ പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. അതായത് കലിംഗ യുദ്ധം നടന്നത് ഇന്നത്തെ അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ഏത്? ഇന്നത്തെ പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കലിംഗ യുദ്ധം നടന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് കലിംഗ യുദ്ധം നടന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ദ കലിംഗ വാർ വാസ് ഫോട്ട് ഇൻ ദ പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. ഇനി അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗ്രീക്ക് അംബാസിഡർ ഹു വിസിറ്റഡ് ദ മൗര്യൻ കോർട്ട് വാസ് ഡാഷ്. മൗര്യ കൊട്ടാരമൊക്കെ സന്ദർശിച്ച ഗ്രീക്ക് അംബാസിഡർ ആരായിരുന്നു എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ആരാണ്? ദ ഗ്രീക്ക് അംബാസിഡർ ഹു വിസിറ്റഡ് ദ മൗര്യൻ കോർട്ട്. ആരാണ്? മെഗസ്തനീസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. അവിടെ മെഗസ്തനീസ് എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. കലിംഗ വാർ വാസ് ഫോട്ട് ഇൻ ദ പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ഒഡീഷ. ദ ഗ്രീക്ക് അംബാസിഡർ ഹു വിസിറ്റഡ് ദ മൗര്യൻ കോർട്ട് വാസ് മെഗസ്തനീസ്. ഇനി അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The Battle of Plassey in 1757 was fought between the British and Dutch. അതായത് പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരും പിന്നെ വേറെ ആരൊക്കെ തമ്മിലാണ് നടന്നതെന്നുള്ളതാണ് കേട്ടോ. The Battle of Plassey in 1757 was fought between the British and സിറാജുദ്ദൗള അല്ലേ. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പം ബ്രിട്ടീഷുകാരും സിറാജുദ്ദൗളയും കൂടെ ചേർന്നിട്ടാണ് 1757 ഈ ഒരു പ്ലാസി യുദ്ധം നടന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ദ ഒഫീഷ്യൽ ലോ ഓഫ് ദ ഡൽഹി സൽത്തനേറ്റ് വാസ് ഡാഷ്. അതായത് ഒഫീഷ്യൽ ലോ ഡൽഹി സൽത്തനേറ്റിൻ്റെ ഒഫീഷ്യൽ ലോയുടെ പേരാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? ഷെറിയത്ത് നിയമം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് അവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഒഫീഷ്യൽ ലോ ഓഫ് ദ ഡൽഹി സൽത്തനേറ്റ് പഠിച്ചു വെച്ചണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഇൻ 1765 ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഗ്രാൻറ്റഡ് ദ ഡാഷ് ഓർ ദ റൈറ്റ് ടു കളക്ട് റവന്യൂ ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ. അതായത് 1765 ഈ പറയുന്ന ബംഗാളിലും ബീഹാറിലൊക്കെ റവന്യൂ പിരിക്കാനുള്ള അവകാശമായിട്ട് ഡാഷ് കാര്യം നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഏതാണ്? ദിവാനി അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതാണ് റവന്യൂ ഏതാണ്? ദിവാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ വാസ് ഗ്രാൻറ്റഡ് ദ ദിവാനി ഓ ദ റൈറ്റ് ടു കളക്ട് റവന്യൂ ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ. അപ്പോൾ ദിവാനി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആദ്യത്തെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ വെർ ഓൾ ഓപ്പോസ് ടു
ഡാഷ് റൂൾ. അവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ക്വസ്റ്റ്യന്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അതും എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സെൻറ്റൻസ് തന്നിരിക്കുന്ന ആ സെൻറ്റൻസിനെ കറക്റ്റായിട്ടുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വാക്യമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതണം കേട്ടോ. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ വെർ ഓൾ ഓപ്പോസ് ടു കൊളോണിയൽ റൂൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. അതായത് നമ്മുടെ ഇന്ത്യയിലെ പലതരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ രൂപത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ എതിർത്തത് ആരായിരുന്നു? എതിർത്തത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയായിട്ടുള്ള രീതിയിലായിരുന്നു അല്ലേ, അല്ലെങ്കിൽ കൊളോണിയൽ ഭരണത്തെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കുക. അതാണ് അവിടെ പറയേണ്ടത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ വെർ ഓൾ ഓപ്പോസ് ടു കൊളോണിയൽ റൂൾ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൾച്ചറൽ നാഷണലിസ്റ്റ് ബിലീവ് ദാറ്റ് കൊളോണിയൽ റൂൾ വാസ് എൻക്രോച്ചിങ് ഇൻ ടു ഇന്ത്യൻ ഡാഷ്. അതായത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കൊളോണിയൽ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡാഷ് അല്ലേ അതിലേക്ക് കടന്നു കയറുന്നുവെന്ന് ഈ ഒരു കൾച്ചറൽ നാഷണലിസ്റ്റ് ബിലീവ് ചെയ്തു അല്ലെങ്കിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയവാദികൾ വിശ്വസിച്ചിരുന്നു. അവിടെ എന്താ വരേണ്ടത്, ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്നു എന്നാണ് ഈ സാംസ്കാരിക ദേശീയവാദികൾ വിശ്വസിച്ചത്. എന്താണ്, കൊളോണിയൽ ഭരണം ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്നു എന്ന് സാംസ്കാരിക ദേശീയവാദികൾ വിശ്വസിച്ചു. അതാണ് കറക്റ്റായിട്ട് സെൻറ്റൻസ് വരേണ്ടത്. പൂർണ്ണ സെൻറ്റൻസ് അതാണ്. കൾച്ചറൽ നാഷണലിസ്റ്റ് ബിലീവ് ദാറ്റ് കൊളോണിയൽ റൂൾ വാസ് എൻക്രോച്ചിങ് ഇൻ ടു ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, ഇനി അടുത്തവിടെ 27ാമത്തെ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ ബിഗാൻ ഇൻ ദ ഇയർ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ആദ്യത്തെ വേൾഡ് വാർ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1914 ആദ്യത്തെ വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് The Treaty of Dash signed in 1919 with Germany officially brought an end to World War First. അതായത് 1919 ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള ഒരു ട്രീറ്റി അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടി ഏതാണെന്നുള്ള അവിടെ എഴുതി കൊടുക്കേണ്ട കേട്ടോ. 1919 ജർമ്മനിയുമായിട്ട് ഉടമ്പടി വെച്ചിട്ടുണ്ട്. ഏത് ഉടമ്പടി അത് നമുക്കറിയാവുന്നതാണ് അല്ലേ, വേഴ്സായി ഉടമ്പടിയാണ് അല്ലേ. അപ്പോൾ അതവിടെ കൊടുക്കുക. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. വേഴ്സായി ഉടമ്പടിയാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ജർമ്മനിയുമായിട്ട് 1919 വെച്ച ഉടമ്പടി ഏതാണ്? വേഴ്സായി ഉടമ്പടി. ഇനി 28ാമത്തെ ക്വസ്റ്റൻ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അതും ഇതേപോലെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ദ പ്രൈമറി അലൈഡ് പവേഴ്സ് ഇൻ വേൾഡ് വാർ സെക്കൻഡ് വർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ സോവിയറ്റ് യൂണിയൻ, ഡാഷ് ആൻഡ് ചൈന. അതായത് താഴെ തന്നിരിക്കുന്ന അലൈഡ് പവേഴ്സ് അല്ലേ, അതെങ്കിൽ സഖ്യകക്ഷികൾ എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഈ അലൈഡ് പവേഴ്സ് ആരൊക്കെയാണെന്നുള്ള അവിടെ ചേർത്ത് എഴുതേണ്ട കേട്ടോ. എന്തൊക്കെ തന്നിട്ടുണ്ട് അവിടെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നിട്ടുണ്ട്, സോവിയറ്റ് യൂണിയൻ തന്നിട്ടുണ്ട്, പിന്നെ ആരൊക്കെ വരുന്നുണ്ട്? ബ്രിട്ടൻ വരുന്നുണ്ട് അല്ലേ, ബ്രിട്ടൻ വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അലൈഡ് പവേഴ്സ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? ദ ആക്സിസ് പവേഴ്സ് ഇൻ വേൾഡ് വാർ സെക്കൻഡ് വെർ ലെഡ് ബൈ ജർമ്മനി, ഇറ്റലി ആൻഡ് ഡാഷ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ അലൈഡ് പവേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആക്സിസ് പവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ്? ജർമ്മനിയുണ്ട്, ഇറ്റലിയുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ജപ്പാനും വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അലൈഡ് പവേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും ആക്സിസ് പവേഴ്സ് ഇൻ വേൾഡ് വാർ സെക്കൻഡും പഠിച്ചു വെക്കണം. കറക്റ്റ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അതും ഇതേപോലെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, സെൻറ്റൻസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദ മേരി ക്യൂറി ഈസ് ഫേമസ് ഫോർ ഹെർ ഡിസ്കവറി ഓഫ്. ഏതിലാണ്? പൊളോണിയം അല്ലേ. മേരി ക്യൂറി ഏതിനകത്താണ് ഫേമസ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്? പൊളോണിയം അല്ലെങ്കിൽ റേഡിയം എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. റേഡിയം അതല്ലെങ്കിൽ പൊളോണിയം എന്നുള്ളതാണ് ആൻസറായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ മേരി ക്യൂറി ഏതിലാണ് ഫേമസ് ആയിട്ടുള്ളത്? റേഡിയം അല്ലെങ്കിൽ പൊളോണിയം. ഇനി ദ സ്പാനിഷ് പെയിൻറ്റർ ഡാഷ് ഫേമസ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ക്യൂബിസം. അതായത് ക്യൂബിസം എന്ന ചിത്രകലാരീതി അവതരിപ്പിച്ചിട്ടുള്ള പ്രശസ്ത സ്പാനിഷ് ചിത്രകാരൻ ആരാണ്? നമ്മുടെ പാബ്ലോ പിക്കാസോ ആണ് അല്ലേ. പിക്കാസോ ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. സ്പാനിഷ് പെയിൻറ്റർ ഡാഷ് ഫേമസ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ക്യൂബിസം. അപ്പോൾ ക്യൂബിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? മേരി ക്യൂറി ഏതിലാണ് ഫേമസ് ആയിട്ടുള്ളത്? ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
ഹർഷവർദ്ധനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. അതായത് കിങ് ഹർഷവർദ്ധനൻ കൺവീൻഡ് ആൻ അസംബ്ലി അറ്റ് ഡാഷ് പബ്ലിസൈസ് മഹായാന ബുദ്ധിസം. അതായത് മഹായാന ബുദ്ധിസത്തിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഹർഷവർദ്ധന രാജാവ് ഡാഷ് നടത്തി എന്നാണ് പറയുന്നത്. പബ്ലിസൈസ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സംഭവം അവിടെ ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി അല്ലേ. അവിടെ എന്താ അപ്പോൾ വരേണ്ടത്, കനൗജിലാണ് ഈ ഒരു അസംബ്ലി വിളിച്ചു കൂട്ടിയത് അല്ലേ. അപ്പോൾ അതാണ് അവിടെ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ മഹായാന ബുദ്ധമതത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹർഷവർദ്ധന രാജാവ് കനൗജിൽ അല്ലേ, കനൗജിൽ എന്ത് വിളിച്ചു കൂട്ടി, ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി. ദ കിങ് ഹർഷവർദ്ധൻ കൺവെൻഡ് ആൻ അസംബ്ലി അറ്റ് കനൗജ് ടു പബ്ലിസൈസ് മഹായാന ബുദ്ധിസം. അങ്ങനെ വരും ആൻസറേ. ഇനി അടുത്തത് ഡാഷ് ഡെവലപ്ഡ് ആസ് എ ഗ്രേറ്റ് സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ മഹായാന ബുദ്ധിസം ഡ്യൂറിങ് കിങ് ഹർഷവർദ്ധൻസ് ടൈം. അതായത് ഹർഷവർദ്ധൻ്റെ കാലത്ത് ഈ മഹായാന ബുദ്ധമതത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് വികസിപ്പിച്ചെടുത്തു. ഏതാണത്, നളന്ദ സർവകലാശാല അല്ലേ. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ ഇത് നമ്മൾ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. ഗ്രേറ്റ് സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ മഹായാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സോ നളന്ദയാന്നുള്ളത് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത്. ഇനി അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബാബർ ഡിഫീറ്റഡ് ഡാഷ് ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇൻ 1526 അല്ലേ. അതായത് ഈ ഒരു 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയെന്നുള്ളതാണ്, ഡിഫീറ്റ് ചെയ്ത് ആരെയാണെന്നുള്ളതാണ് ചോദിച്ചത്. ആരെയാണ്, ഇബ്രാഹിം ലോധി അല്ലേ. അപ്പോൾ ഇബ്രാഹിം ലോധി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്, ഇബ്രാഹിം ലോധിയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. ഇനി ആഫ്റ്റർ ബാബേഴ്സ് ഡെത്ത് ഇൻ 1530 ഹിസ് സൺ ഡാഷ് സക്സീഡഡ് ഹിം. അതായത് നമുക്കറിയാം 1530 ഈ ബാബറുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആരായിരുന്നത്, ഹുമയൂൺ ആണ് അല്ലേ. ഹുമയൂണാണ് അധികാരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ എന്താ വരണ്ടേ, ഹിസ് സൺ ഹുമയൂൺ സക്സീഡഡ് ഹിം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ പഠിച്ചു വെക്കാം. ഇവിടെ ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ചോളാസ് വേർ ദ ഫസ്റ്റ് ഡൈനസ്റ്റി ടു അറ്റംപ്റ്റ് ടു യൂണിഫൈ ദ എൻറ്റയർ ഡാഷ് അണ്ടർ വൺ റൂൾ. നമുക്കറിയാം ഒരേ ഭരണത്തിന് കീഴിൽ ഡാഷിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആദ്യ രാജവംശമാണ് ഏത്, നമ്മുടെ ചോളാസ് എന്ന് പറയുകയാണെങ്കിൽ ചോളന്മാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്, എന്തിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, നമുക്കറിയാം അവിടെ എന്താ ആൻസർ വരണ്ടേ, സൗത്ത് ഇന്ത്യ എന്നുള്ളതാണ് ആൻസർ വരേണ്ടത്. ക്ലിയർ ആണല്ലോ. നോക്കിക്കേ, ദ ചോളാസ് വെർ ദ ഫസ്റ്റ് ഡൈനസ്റ്റി ടു അറ്റംപ്റ്റ് ടു യൂണിഫൈ ദ എൻറ്റയർ സൗത്ത് ഇന്ത്യ അണ്ടർ വൺ റൂൾ. അതായത് ഒരേ ഭരണത്തിന് കീഴിൽ തെക്കേ ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആദ്യ രാജവംശമായിരുന്നു നമ്മുടെ ചോളന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് സെൻറ്റൻസ് വരേണ്ടത്. ഇനി അതേപോലെ തന്നെ അടുത്ത്, ദ ചോള അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡഡ് റോയൽ ഓർഡേഴ്സ് ഇൻ ഇൻസ്ക്രിപ്ഷൻസ് യൂഷ്വലി ഫൗണ്ട് ഓൺ ദ വോൾസ് ഓഫ് ഡാഷ്. അതായത് ഈ ചോള അഡ്മിനിസ്ട്രേഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചില റെക്കോർഡുകൾ, അതായത് റോയൽ ഓർഡേഴ്സ്, അതായത് എന്താണ് രാജകീയ ഉത്തരവുകൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ സാധാരണയായിട്ട് ഏതിലായിരുന്നു, എന്തിൻ്റെ മതിലുകളിലായിരുന്നു കൊത്തുവെച്ചിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ അവിടെ എന്താ വരണ്ടേ, ദ ചോള അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡഡ് റോയൽ ഓർഡേഴ്സ് ഇൻ ഇൻസ്ക്രിപ്ഷൻസ് യൂഷ്വലി ഫൗണ്ട് ഓൺ ദ വോൾസ് ഓഫ് എന്താ വരണ്ടേ, ടെമ്പിൾസ് അല്ലേ. അതായത് ക്ഷേത്രങ്ങളുടെയൊക്കെ ആ ഒരു മതിലുകളിലാണ് ഈ ഒരു ചോള ഭരണകൂട അല്ലെങ്കിൽ ചോള ഭരണകൂടത്തിൻ്റെ ആ ഒരു രാജകീയ ഉത്തരവുകളൊക്കെ സാധാരണയായിട്ട് നമുക്ക് കൊത്തിവെച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ ടെമ്പിൾസ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 33ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് പീസ് വിത്ത് ഓൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ്. അതായത് പീസ് വിത്ത് ഓൾ എന്ന് പറയുന്ന ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്, നമുക്കറിയാം അക്ബറിൻ്റെയാണ് അല്ലേ. അക്ബറാണ് പീസ് വിത്ത് ഓൾ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ അതിന് ബ്രാക്കറ്റിൽ ഇവിടെ ഒരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ അതും കൂടെ നിങ്ങൾ നോക്കി വെക്കണം, ചിലപ്പോൾ നമുക്ക് എക്സാമിൽ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദ ഫോം ഓഫ് ഗവൺമെൻറ് വാസ് എ ഡാഷ് ഇൻ ദ മിഡിവൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ മധ്യകാല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള ഗവൺമെൻറ് ആണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് തരത്തിലുള്ളതായിരുന്നു, നമുക്കറിയാം രാജഭരണമായിരുന്നു അല്ലേ. രാജഭരണ രൂപത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ആൻസർ എന്താ വരേണ്ടത്, മൊണാർക്കി എന്ന് പറയണം അല്ലേ. MONARCHY
RCHY എന്ന് പറയണം, അല്ലെങ്കിൽ രാജഭരണം എന്ന് കൊടുത്താലും മതി മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ദ ഫോം ഓഫ് ഗവൺമെൻറ് വാസ് എ മൊണാർക്കി ഇൻ ദ മിഡിൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഈ ഒരു രീതിയിലാണ് ആൻസർ വരേണ്ടത്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇൻ വൺ വേർഡ് അല്ലേ, അതായത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്: വിച്ച് മുഗൾ മൊണുമെൻറ്റ് ഈസ് സൈറ്റഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്ലാസിക്കൽ ആർക്കിടെക്ചർ. അതായത് ഈ ഒരു ക്ലാസിക്കൽ ആർക്കിടെക്ചറിന് എക്സാമ്പിളായിട്ട് വരുന്ന ഒരു മുഗൾ സ്മാരകം അല്ലെങ്കിൽ മുഗൾ മൊണുമെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരേണ്ടത്? താജ്മഹലാണ് അല്ലേ, താജ്മഹലാണ് മുഗൾ മൊണുമെൻറ്റ്. ഏതിനാണ്? എക്സാമ്പിൾ ഓഫ് ക്ലാസിക്കൽ ആർക്കിടെക്ചർ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ലാംഗ്വേജ് ഡിഡ് കാളിദാസ പ്രൈമർലി റൈറ്റ് ഇൻ. അതായത് നമ്മുടെ സാധാരണ രീതിയിൽ കാളിദാസന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അറിയാലോ, സംസ്കൃതമാണ് അല്ലേ, സംസ്കൃതമാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ സെക്ഷൻ ബിയിലേക്ക് പോകണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MCQ ടൈപ്പ് ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നത് കേട്ടോ. ഇനി സെക്ഷൻ ബിയിൽ നമുക്ക് ഷോർട്ട് വരുന്നുണ്ട്, വെരി ഷോർട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ essay ടൈപ്പ് വരുന്നുണ്ട്. അത് നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ആൻസേഴ്സ് എഴുതി കൊടുക്കാനായിട്ട്. ഓക്കെ.